2005 സെപ്റ്റംബർ 13 ഞങ്ങൾ അമേരിക്കയിൽ ഞാനും വൈഫും മാത്രം കഴിയുന്ന സമയത്ത് നാട്ടിൽ എൻ്റെ കൊച്ചുമകന് റൈസിന് ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നമുണ്ട് എന്നും ഉടൻ തന്നെ ഞങ്ങൾ പുറപ്പെടണമെന്നുമുള്ള സന്ദേശം ലഭിച്ചു. ആകെ കൂടെ ഞങ്ങൾ തകർന്നുപോയി. വളരെ ചെറിയ പ്രായത്തിൽ ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടപ്പോൾ മാതാപിതാക്കളായ ഞങ്ങൾക്കുണ്ടായ അസ്വസ്ഥതയ്ക്ക് അളവില്ലായിരുന്നു. വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അസ്വസ്ഥതയോടുകൂടെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. കുഞ്ഞിനൊന്നും ഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഓരോ നിമിഷവും. അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇരുന്നു. അന്ന് വായിച്ച സങ്കീർത്തനം 121 സങ്കീർത്തനമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള ആ സങ്കീർത്തനം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്നുള്ള ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കണ്ണീരോടുകൂടെ പാടിത്തുടങ്ങിയ ഒരു പാട്ടാണ് സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു എന്ന ഈ ഗാനം. അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഒരു ഗാനമാണ്. എന്നാൽ ധാരാളം പേര് ഈ പാട്ട് പാടുകയും പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ ആവർത്തിച്ചു പാടി ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 121 സങ്കീർത്തനത്തെ ആധാരമാക്കി നിരവധി ഗാനങ്ങളാണ് ക്രൈസ്തവ ഗാനമണ്ഡലത്തിലുള്ളത്. വളരെ മനോഹരമായി എഴുതിയിട്ടുള്ള ഗാനങ്ങൾ. ഒത്തിരി പഴയ ഗാനങ്ങളാണ് പലതും എന്ന് നമുക്കറിയാം. പക്ഷേ എത്ര പാടിയാലും തീരാത്ത വിധത്തിലുള്ള, എത്ര പാടിയാലും മതിവരാത്തതായിട്ടുള്ള മനോഹരമായ ആശയമാണ് 121 സങ്കീർത്തനത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മറ്റു പാട്ടുകളുണ്ടോ എന്ന് ഒന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് തകർന്ന ഹൃദയത്തോടുകൂടെ ഞാൻ അറിയാതെ പാടിപ്പോയ ഒരു പാട്ടാണ് സഹായ ശൈലമേ എന്ന ഈ ഗാനം. ഞാനതൊന്ന് പാടിക്കൊണ്ട് ബാക്കി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ആകാശമണ്ഡലം നിർമ്മിച്ച കൈകളാൽ ഭൂതലമാകെയും സൃഷ്ടിച്ച കൈകളാൽ എൻ്റെ സഹായവും വന്നു ഭവിച്ചിടും, എൻ്റെ സഹായവും വന്നു ഭവിച്ചിടും. സഹായ ശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എൻ്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. അനുപദം വഴി നടത്തിടുന്നു നീ, വഴിയിലൻ പദം വഴുതിടാതെ നീ.
അനുപദം വഴി നടത്തിടുന്നു നീ. വഴിയിലൻ പദം വഴുതിടാതെ നീ ഒരു നിമിഷവും മയങ്ങിടാതെയും ഒരു നിമിഷവും ഉറങ്ങിടാതെയും ഒരു നിമിഷവും മയങ്ങിടാതെയും ഒരു നിമിഷവും ഉറങ്ങിടാതെയും സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു. എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. എനിക്കു നീ തണൽ അണച്ചിടുന്നതും പകലും രാവിലും പരിചയാവതും. എനിക്കു നീ തണൽ അണച്ചിടുന്നതും പകലും രാവിലും പരിചയാവതും. ആവിടുന്നൻ പ്രാണൻ കരുതിടുന്നതും ദിനവും നന്ദിയാൽ നിറഞ്ഞു പാടിടും. ആവിടുന്നൻ പ്രാണൻ കരുതിടുന്നതും ദിനവും നന്ദിയാൽ നിറഞ്ഞു പാടിടും. സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു. എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക. എന്നുള്ളിൽ നിന്നുടെ സന്തോഷം നൽകുക. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക. എന്നുള്ളിൽ നിന്നുടെ സന്തോഷം നൽകുക. സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു. എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ആകാശമണ്ഡലം നിർമ്മിച്ച കൈകളാൽ ഭൂതലമാകെയും സൃഷ്ടിച്ച കൈകളാൽ എന്റെ സഹായവും വന്നു ഭവിച്ചിടും. എന്റെ സഹായവും വന്നു ഭവിച്ചിടും. സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു. എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ റൈസിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. സുഖത്തോടെ അവനെ കണ്ടതിന് ശേഷമാണ് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ മടങ്ങിയത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന്, നമ്മുടെ കണ്ണീരിന്റെ മുമ്പിൽ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല എന്ന് ആ ദിവസത്തെ അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ആവർത്തിച്ച് പഠിപ്പിച്ചു. അതിനു മുമ്പ് കുഞ്ഞുമോളുടെ ഒന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് 1991 നടക്കുമ്പോഴും ദൈവത്തിന്റെ അത്ഭുത കരസ്പർശം അനുഭവിച്ച ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. അന്ന് പാടിയ പാട്ടാണല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന പാട്ട്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചുമാന് ഇങ്ങനെ ഒരു അസുഖമുണ്ടായപ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയം നന്നേ തകർന്നു പോയിരുന്നു. നമ്മളെ മെനഞ്ഞ ഒരു ദൈവം നമുക്കുണ്ടെന്നും അവൻ നമ്മുടെ കുറവ് പരിഹരിക്കുവാൻ കഴിയുന്നവനാണെന്നും എന്നുള്ള ഒരു വലിയ സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നേരിട്ട് സാത്താൻ സ്പർശിക്കുമ്പോൾ
പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ തളർച്ചയുണ്ടാകാറുണ്ട്. അത്തരമൊരു തളർച്ചയാണ് ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആശ്വാസത്തിന് അതിരില്ലായിരുന്നു. അന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടെ ഈ പാട്ട് പാടിയപ്പോൾ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കുകയായിരുന്നു. അവന്റെ കാതുകൾ തുറക്കുകയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി കുഞ്ഞിന്റെ ആ പ്രതിസന്ധിയിൽ നിന്നും അവന് വിടുതലുണ്ടായി എന്നുള്ളതാണ് സത്യം. 121 സങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായൊരു സങ്കീർത്തനമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ പാടുന്നുണ്ടോ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിൽ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത് എന്നുള്ള ഒരു ചിന്ത അറിയാതെ ആ വാക്യങ്ങളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം അവിടെ നിന്ന് വരും എന്നുള്ള അർത്ഥത്തിലാണ്. പർവ്വതത്തിൽ നിന്നും എൻ്റെ സഹായം വരും എന്ന അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന്റെ ഒരു വേർഷൻ വളരെ വ്യക്തമായി അതിന്റെ അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. I lift my eyes to the mountains, but my help cometh from my Lord എന്നാണ്. എന്നാൽ എൻ്റെ സഹായം എനിക്ക് വരുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാണ് എന്നാണ്. ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്താറുണ്ട്, പക്ഷേ പർവ്വതത്തിൽ നിന്നല്ല എനിക്ക് സഹായം വരുന്നത്. ബട്ട് മൈ ഹെൽപ്പ് കമത്ത് ഫ്രം മൈ ലോർഡ്. എൻ്റെ കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് എന്നാണ് ആ ഇംഗ്ലീഷ് വാക്യം ആ പുതിയ വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് സത്യം. പർവ്വതങ്ങളിലല്ല നമ്മുടെ ആശ്രയം. പർവ്വതങ്ങളിൽ നിന്നല്ല നമുക്ക് സഹായം വരുന്നത്. പർവ്വതങ്ങളെ നോക്കിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് പർവ്വതങ്ങളെ അവിടെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ സ്വർഗോന്നതികളിലേക്ക് ഉയർത്തുന്നു എന്ന അർത്ഥമേ നമുക്ക് അവിടെ കാണുവാൻ കഴിയുള്ളൂ. അവിടെ നമ്മൾ സങ്കല്പിക്കുവാൻ പാടുള്ളൂ. എൻ്റെ കണ്ണ് ആകാശങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ദൈവസന്നിധിയിൽ നിന്നാണ് നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പർവ്വതത്തിൽ നിന്നല്ല നമുക്ക് സഹായം ലഭിക്കുന്നത്, മറിച്ച് യഹോവയായ ദൈവത്തിൽ നിന്നാണ്. സകലതും സൃഷ്ടിച്ചവനായ യഹോവയായ ദൈവത്തിൽ നിന്നും. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, ആകാശമണ്ഡലം നിർമ്മിച്ച കൈകളാൽ ഭൂതലമാകെയും സൃഷ്ടിച്ച കൈകളാൽ എൻ്റെ സഹായവും എനിക്ക് ലഭിക്കും എന്ന്. ഈ ഭൂമണ്ഡലത്തിൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങളാൽ, ഈ ആകാശമണ്ഡലം വിരചിച്ച ദൈവത്തിന്റെ കരങ്ങളാൽ എനിക്ക് സഹായം ലഭിക്കും എന്നാണ് നമ്മൾ ഏറ്റു പറയേണ്ടത്. അതുകൊണ്ട് ഹൈന്ദവര് ഇപ്പൊ ശബരിമലയിൽ പോകുന്നത് പോലെ നമുക്ക് ഏതെങ്കിലും ഒരു മലയില്ല. ഇസ്രായേൽ മക്കൾ ഒരു കാലഘട്ടത്തിൽ യെരുശലേമിലേക്ക് പോയി. അവിടുത്തെ മല വളരെ ഉയർന്ന സ്ഥലമാണല്ലോ യെരുശലേം. അപ്പോ ആ മലയിലേക്ക് പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യബോധം അനുഭവിക്കുന്നതിനാണ്. പക്ഷെ അവർ മലയിലല്ല ആശ്രയിച്ചത്, അവർ യെരുശലേം ദേവാലയത്തിലാണ്, ആ മലമുകളിലുള്ള ദേവാലയത്തിലാണ് അവര് ആശ്രയിച്ചത്. പിന്നീട് നമ്മളൊരു മലമുകളിൽ കയറി. പക്ഷെ ആ മലമുകളിലും നാം കണ്ടത് മലയുടെ മഹത്വമല്ല, ആ മല മഹത്വീകരിക്കപ്പെട്ടത് നമ്മുടെ കർത്താവ് അവിടെ മരക്കുരിശിൽ തൂങ്ങിയത് കൊണ്ടാണ്. ആ മല പവിത്രമായി തീർന്നത് അവന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് നാം ആ മലയോട് പ്രാർത്ഥിക്കുന്നില്ല, നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവിനോടാണ്. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനോട് നാം പ്രാർത്ഥിക്കരുത്. അത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അതാണ് പാൻതിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു പണ്ട്. BC ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ പാൻതിസം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആരാധിക്കുന്ന, സമുദ്രത്തെയും കാറ്റിനെയും കടലിനെയും പർവ്വതങ്ങളെയും മിന്നലിനെയും മേഘത്തെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ചില മരങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ പാൻതിസം എന്ന് പറയുന്ന ഒരു ശാഖയിൽ പെടുന്നതാണ്. ഇന്ന് ഞാൻ പകലൊരു ധ്യാന യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ ഒരാൾ പാടിയത് ഒരു പഴയ ചലച്ചിത്ര ഗാനമല്ല,
അത് ഒരു പ്രസിദ്ധ കാത്തലിക് ഒരു ഒരു കാസറ്റിലെ ഒരു പാട്ടാണ്, പഴയൊരു പാട്ടാണ്. അതിന്റെ വരികൾ ഞാനിപ്പോ ഓർക്കുന്നില്ല. അതിനകത്ത് പാടുന്ന ആ വരികൾ ഇങ്ങനെയാണ്: ഒരിക്കലും എരിഞ്ഞു പോകാത്ത മുൾപടർപ്പായി യഹോവേ നീ വീണ്ടും എഴുന്നള്ളണമേ എന്ന്. ഒരിക്കലും എരിഞ്ഞു പോകാത്ത മുൾപടർപ്പായി നീ വീണ്ടും എഴുന്നള്ളണമേ. അപ്പൊ യഹോവയുടെ പ്രതീകമാണ് മുൾപടർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, ആ മുൾപടർപ്പിൽ യഹോവയുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരുന്ന ഒരു ഗാനമാണ്. ക്രിസ്ത്യൻ തിയോളജിയെ ആകപ്പാടെ വികലമാക്കുന്ന, ക്രിസ്ത്യൻ തിയോളജിയുമായി ഒരു വിധത്തിലും അടുത്തു നിൽക്കുവാൻ കഴിയാത്ത ഒരു ചിന്തയാണ് ആ ശകലങ്ങളിൽ, ആ ഗാനവരികളിൽ അവർ ഉൾപ്പെടുത്തി. ഞാൻ അത് ആ ധ്യാന യോഗത്തിൽ പറഞ്ഞു. ഈ പാട്ട് ഇവിടെ പാടിയത് കൊള്ളാം, നന്നായിട്ട് പാടി. പക്ഷേ ഇതിലെ തിയോളജി നമുക്ക് യോജിക്കുന്നതല്ല. നമ്മുടെ ദൈവം തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ജനിക്കുന്നവനല്ല. അവിടെയല്ല ദൈവത്തെ നാം കാണുന്നത്. അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ മുൾപടർപ്പ് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ എരിയുന്ന മുൾപടർപ്പ് എരിഞ്ഞാലും ദഹിച്ചു പോകാത്ത ഇസ്രായേൽ ജനതയുടെ പ്രതീകമാണ്, അല്ലാതെ യഹോവയായ ദൈവത്തിന്റെ പ്രതീകമല്ലാതെ. യഹോവയായ ദൈവം അല്ല അവിടെ പ്രത്യക്ഷപ്പെട്ടത്. യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേട്ടുമെങ്കിലും ആ മുൾപടർപ്പ് എന്ന് പറയുന്നത്, എരിയുന്ന മുൾപടർപ്പ് ഇസ്രായേൽ ജനതയാണ്. കാരണം എന്തെല്ലാം കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും, അവര് 430 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞാലും അവരൊരിക്കലും നശിച്ചു പോകാത്ത ഒരു വർഗമാണെന്ന്. കാരണം ദേ ആർ ചോസൻ, അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന് മോശയെ അറിയിക്കുകയായിരുന്നു. എന്റെ ജനം, അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ എത്ര എരുതിയിൽ വന്നാലും അവർ നശിച്ചു പോകില്ല എന്ന് കാണിക്കുകയായിരുന്നു യഹോവയായ ദൈവം ആ മുൾപടർപ്പിലൂടെ ചെയ്തത്. എന്നാൽ ഏതോ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്, യഹോവയായ ദൈവം ഈ എരുതിയിൽ വെളിപ്പെടുന്ന യഹോവയായ ദൈവം. നോ, ഒരിക്കലും എന്റെ ദൈവം ഈ ചെടിയിലും മുള്ളിലും തൂണിലും തുരുമ്പിലും പ്രത്യക്ഷപ്പെടുന്നവനല്ല. അവൻ എന്റെ ജീവിതത്തിന്റെ ആത്മാവിൽ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യ ചേതനകളിൽ വസിക്കുന്നവനാണ് എന്റെ ദൈവം. സ്വർഗോന്നതകളിൽ വസിക്കുന്നവനാണ് എന്റെ ദൈവം. അവന്റെ സൃഷ്ടികളിലൊന്നും അവൻ പ്രവേശിക്കുന്നില്ല. മനുഷ്യനിൽ ഒഴിച്ച് ബാക്കി എങ്ങും അവൻ പ്രവേശിക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ, അവന്റെ ആലയത്തിൽ വസിക്കുവാൻ മാത്രം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സൃഷ്ടിയിലും ആശ്രയിക്കുവാൻ നാം ഒരുങ്ങരുത്. മലയിലല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് മലയെ സൃഷ്ടിച്ച യഹോവയായ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ പാട്ടിന്റെ രണ്ടാമത്തെ ചരണമൊക്കെ ഈ 121 സങ്കീർത്തനത്തിന്റെ ഓരോ വരിയിലുള്ളതാണ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്ന എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല എന്ന്. അനുപദം വഴി നടത്തിടുന്നു നീ, വഴിയിൽ എൻ പദം വഴുതിടാതെ നീ. ഒരു നിമിഷവും മയങ്ങിടാതെയും ഒരു നിമിഷവും ഉറങ്ങിടാതെയും. ഇസ്രായേലിന്റെ പരിപാലകൻ, ഉറങ്ങാതെ മയങ്ങാതെ എന്നെയും നിന്നെയും കാത്തു പരിപാലിക്കുന്ന രക്ഷകനാണ്. നമ്മൾ ഓർക്കാറുണ്ടോ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഒന്നും അറിയുന്നില്ല. ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല. ലോകത്തിന്റെ മറുഭാഗത്ത് നമ്മൾ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ, അമേരിക്ക ഇപ്പോൾ പകലാണ്, അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾക്ക് പകലാവുമ്പോൾ അമേരിക്കക്കാർക്ക് ഇരുട്ടാണ്, രാത്രിയിൽ ഉറക്കമാണ്. ഈ ലോകത്തിന്റെ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ ഭൂമിയിൽ പോലും നാം അന്യരും പരദേശികളെയും പോലെ ജീവിക്കേണ്ടി വരുമ്പോൾ അതേ ഒരവസ്ഥയാണ് നമ്മുടെ ഉറക്കത്തിലും സംഭവിക്കുക. ഉറങ്ങിക്കഴിയുമ്പോൾ നാം ഈ ലോകത്തിലല്ല, ഏതാണ്ട് മരണപ്പെട്ടതുപോലെയാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്തും നാം ബോധരഹിതരായി, ഓർമ്മകളില്ലാതെ, ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും പൂർണ്ണമായി നമ്മുടെ ബോധമണ്ഡലം അറ്റുപോയി നാം അങ്ങനെ വിശ്രമിക്കുന്ന സമയത്തും ഉറങ്ങാതെ മയങ്ങാതെ കാത്തുപരിപാലിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലനം. നമ്മളത് ഓർക്കാറുണ്ടോ? വാസ്തവത്തിൽ നാം കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കിടക്കയുടെ അരികിൽ നമ്മുടെ കർത്താവ് വന്നിരിപ്പുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിനോട് ക്ഷമിക്കണം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഭയരഹിതനായി ഞാൻ ഈ കിടന്നുറങ്ങുന്നത് യഹോവേ നിന്റെ കാവൽ കൊണ്ടാണ്, നിന്റെ കരുതൽ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമുക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നു? നാം വിശ്വസിക്കുവാൻ നിർബന്ധിതരായി തീരുകയാണ്. നമ്മൾ വി മസ്റ്റ് ബിലീവ് ഇറ്റ്. നമ്മൾ അത് വിശ്വസിക്കണം. ഉറങ്ങാതെ മയങ്ങാതെ എന്നെയും നിന്നെയും കാത്തുപരിപാലിക്കുന്ന ഒരു കാവൽക്കാരൻ നമുക്കുണ്ട് എന്നുള്ള സത്യം. ആ കാവൽക്കാരനാണ് രാത്രിയാമങ്ങളിൽ നമ്മെ പരിപാലിക്കുന്നത് എന്ന് നാം വിശ്വസിക്കണം. ഞാൻ പാടി, ഒരു നിമിഷവും മയങ്ങിടാതെയും ഒരു നിമിഷവും ഉറങ്ങിടാതെയും സഹായ ശൈലമേ നീ എന്നോട് കൂടെയുണ്ട് എന്ന്. ഞാൻ ഈ പാട്ടിൽ സഹായ ശൈലം എന്ന് ദൈവത്തെ വിളിക്കുകയാണ്. സഹായ ശൈലമാണ് എന്റെ സഹായം. ആ ശൈലത്തിൽ നിന്നാണ് വരുന്നത്. കാരണം ആ ഇംഗ്ലീഷ് വേർഷനാണ് ഞാൻ ഇവിടെ എടുത്തത്. മൈ ഹെൽപ്പ് കമത്ത് ഫ്രം ദ ലോർഡ്. ഞാൻ ഉയരങ്ങളിലേക്ക് നോക്കുമെങ്കിലും ഉയരത്തിൽ നിന്നല്ല, ദൈവമായ പർവ്വതത്തിൽ നിന്ന്, യഹോവയായ പർവ്വതത്തിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സഹായ ശൈലമേ എന്ന് ഞാൻ വിളിച്ചു. ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം. സഹായം അയക്കുന്ന പർവ്വതമായ യഹോവേ, നീ എന്നെ സഹായിക്കണമേ. നീ രാത്രിയാമങ്ങളിൽ അനുനിമിഷം എന്നെ കാവൽ കാത്തുകൊണ്ട് എന്റെ കിടക്കയുടെ അരികിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നതാണ് ഒന്നാമത്തെ സ്റ്റാൻസ്. രണ്ടാമത്തെ, എനിക്കു നീ തണൽ അണച്ചിടുന്നതും പകലും രാവിലും പരിചയാവതും അവിടുന്ന് എൻ പ്രാണൻ കരുതിടുന്നതും ദിനവും നന്ദിയാൽ നിറഞ്ഞു പാടിടുന്നു. എന്റെ ഹൃദയം അതാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അതാണ് എനിക്കു നീ തണൽ അണയ്ക്കുന്നു, പകലും രാവിലും നീ പരിചയായി കാത്തു പരിപാലിക്കുന്നു. അവിടുന്ന് എൻ പ്രാണൻ കരുതിടുന്നതും ദിനവും നന്ദിയാൽ നിറഞ്ഞു പാടിടും. എന്റെ ഹൃദയത്തെ, എന്റെ ജീവിതത്തെ ദിനവും അനുദിനവും പരിപാലിക്കുന്ന ആ നിന്റെ വലിയ കൃപയെക്കുറിച്ച് ഞാൻ എല്ലാ നിമിഷവും പാടിക്കൊണ്ടിരിക്കും എന്ന് പാട്ടുകാരൻ പറയുകയാണ്. സഹായ ശൈലത്തെ നോക്കി പാടുകയാണ് ഞാന്. അവിടുന്ന് എൻ പ്രാണൻ കരുതുന്നു, അവിടുന്ന് ദിനവും നന്ദിയാൽ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ചു പാടും എന്ന്. അവസാനത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് 121 സങ്കീർത്തനത്തിലെ ആശയമല്ല. നമ്മളൊരു ഉടഞ്ഞ പാത്രമാണ്. ആ വരികളാണ് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ഡോക്ടറുണ്ട്, വിനു ജയ്ക്ക്. ഡോക്ടർ വിനു പറയും, ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഈ വരികൾ പാടുമെന്ന്. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ, മെനഞ്ഞിടേണമേ നിന്നിഷ്ടം പോലെ നീ. കാരണം നീ സൃഷ്ടാവായ ദൈവമേ, നീ സൃഷ്ടാവാണ് ദൈവമേ. ഞാനിപ്പോൾ നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു ഉടഞ്ഞ പാത്രമായിട്ടാണ്. നിനക്ക് എന്നെ മെനയാം. നമുക്ക് കുശവന്റെ ആലയിലെ കഥ അറിയാമല്ലോ, നാം പഠിച്ചതാണത്. കുശവന്റെ ആലയിൽ കുശവന്റെ കയ്യിൽ ചീത്തയായി പോയി ഉടഞ്ഞുപോയ ആ കളിമണ്ണിനെ വലിച്ചെറിയാതെ അതിന് പുതിയ രൂപം നൽകി, തനിക്ക് ബോധിച്ചതുപോലെ ഒരു രൂപം നൽകി മനോഹരമായ ഒരു പാത്രമാക്കി, ശില്പമാക്കി മാറ്റിയ ഒരു കുശവനെ നമുക്കറിയാം. ആ കുശവൻ കാൽവറിയിൽ എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവാണ്. അവന്റെ കരങ്ങളിലൂടെയാണ് എന്റെ ജീവിതം അവൻ മെനഞ്ഞെടുക്കുന്നത്. എന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിച്ചത് അവന്റെ ആ കരങ്ങളാണ്, ആണിപ്പഴുതുള്ള കരങ്ങൾ. അതുകൊണ്ട് ഞാൻ അവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞിന്റെ ജീവിതം ഈ വിധത്തിലായപ്പോൾ ഞാൻ അറിയാതെ പാടിപ്പോയതാണ്. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ ഇരിക്കുകയാണ്. എന്നെ നീ മെനയണം. ഞാൻ തകർന്നിരിക്കുന്ന കർത്താവേ, നീ എന്നെ മെനയണം. നിനക്ക് മാത്രമേ എന്നെ മെനയുവാൻ കഴിയൂ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പാടുന്ന വരികളാണത്. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ, മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. എന്നിട്ട് ഞാൻ പാടി, എൻ കണ്ണീരാകെ നീ തുടച്ച് മാറ്റുക, എന്നുള്ളിൽ നിന്നുടെ സന്തോഷമേക്കുക. എന്റെ കണ്ണീരൊക്കെ തുടയ്ക്കുവാൻ നിനക്ക് മാത്രമേ ആവൂ. ഈ ഭൂമിയിൽ ആരെല്ലാം കണ്ണീര് തുടച്ചാലും ആ കണ്ണീർ പിന്നെയും പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ എന്റെ കർത്താവ് എന്റെ കണ്ണീര് തുടച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, സ്വർഗീയ ദർശനത്തിൽ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒരു വിശുദ്ധ വർഗത്തെ, ഒരു ജനത്തെ അവിടെ കണ്ടുകൊണ്ട് ഇവർ ആരാണ്? മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ കയറി വരുന്ന ആ വിശുദ്ധ പ്രജ
അവരെ കുറിച്ച് പറയുകയാണ്, ഇനി അവരുടെ കണ്ണിൽ കണ്ണീരില്ല, അവർക്ക് വിശപ്പില്ല, ഇനി ദാഹമില്ല. ഒന്നുമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണീരില്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഈ ഭൂമിയിലും കണ്ണീര് കണ്ടിട്ട് മറികടന്നു പോകാത്ത ഒരു കർത്താവ്. എരിഹോവിന്റെ ഇടുങ്ങിയ വീഥികൾ ഭിക്ഷയാച്ചുകൊണ്ടിരുന്ന ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യന്റെ നിലവിളിയുടെ മുമ്പിൽ നിന്ന കർത്താവ്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിലെ കണ്ണീര് മാത്രമല്ല, അവന്റെ കണ്ണിലെ തിമിരങ്ങളും അവൻ തുടച്ചു മാറ്റി. അവന് കാഴ്ച ലഭിച്ചു. എവിടെയോ ഒരു സ്ത്രീ, കനാന്യ സ്ത്രീയുടെ കരച്ചിൽ ഗലീലയിലിരുന്ന് എന്റെ യേശു കേട്ടു. ആ കരച്ചിലിന്റെ പിന്നാലെ അവൻ നടന്നു. അതിരുകൾ ലംഘിച്ചെന്റെ യേശു പോയി. കനാനിലേക്ക് പോകുവാൻ, കനാന്യരുടെ ഇടയിലേക്ക് പോകുവാൻ ഒരു റബായിക്ക്, ഒരു യഹൂദ റബിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ശമരിയുടെ ജീവിതത്തിലേക്ക് പോകുവാൻ ഒരു യഹൂദ റബിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ യേശു അവിടെ പോയി. ഒരു ശമരിയ സ്ത്രീയെ കാണുവാൻ ശമരിയരുടെ നാട്ടിൽ പോയി. ഒരു കനാന്യ സ്ത്രീയെ കാണുവാൻ കനാന്യരുടെ നാട്ടിലേക്ക് എന്റെ യേശു പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഒഴുക്കപ്പെട്ട ഒരു കണ്ണീർ എന്റെ യേശു കണ്ടതുകൊണ്ടാണ്. സ്വന്തം മകളെ ഓർത്ത് ദുഃഖിക്കുന്ന, കരയുന്ന ഒരു മാതാവിന്റെ കണ്ണീർ ഗലീലയിൽ ഇരുന്ന് എന്റെ യേശു കണ്ടു. ആ കണ്ണീര് കണ്ടു. അവളുടെ നിലവിളി അവൻ കേട്ടു. സ്വർഗത്തിലെ ദൈവം 430 വർഷം ഇസ്രായേൽ ജനത മിസ്രൈമിൽ അനുഭവിച്ച വേദനയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണീര് ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. കണ്ണീര് കാണുന്ന, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവന്റെ മുമ്പിൽ കരയുന്നത് ഒരു ലജ്ജാകരമാണെന്ന് ചിന്തിക്കരുത്. കരയണം. അവൻ നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്നവനാണ്. നമ്മുടെ നിലവിളിയുടെ ശബ്ദം അവൻ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കരയുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കരഞ്ഞാൽ, ഒരു കുഞ്ഞ് കരഞ്ഞാൽ അമ്മ ആ കുഞ്ഞിനെ വാരിയെടുക്കാറില്ലേ? ആ കുഞ്ഞിന് ആവശ്യമുള്ളത് കൊടുക്കാറില്ലേ? അമ്മയെക്കാളും അപ്പനെക്കാളും സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ താതൻ നമുക്കുണ്ട്. അവൻ നമ്മുടെ കണ്ണീരൊപ്പുന്നവനാണെന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, നാഥ, ഞാൻ ഒരു ഉടഞ്ഞ പാത്രമായി നിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ മെനഞ്ഞെടുക്കാം. എന്റെ കണ്ണീരാകെ നീ തുടച്ചു മാറ്റണം. എന്നിട്ട് നിന്റെ സന്തോഷം, നിത്യസന്തോഷം എനിക്ക് നീ എന്റെ ഹൃദയങ്ങളിൽ പകരണം എന്നുള്ള പ്രാർത്ഥന. 121 സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു ആശയമില്ല. എങ്കിലും ആ പാട്ടിന്റെ സമാപന സ്റ്റാൻസ എന്ന നിലയിൽ ഒരു ഭക്തന്റെ തകർന്ന ഹൃദയത്തോടെ നിൽക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയവേദനയാണ് ദൈവസന്നിധിയിൽ. നീ ഭൂമണ്ഡലത്തെ വിരചിക്കുന്നവനാണ്. നീ പകലും രാവിലും എനിക്ക് തണലായി വരുന്നവനാണ്. എന്റെ ഇടംബലം എന്നെ വീഴാതെ പരിപാലിക്കുന്ന ദൈവമാണ് നീ. നീ ആകാശമണ്ഡലം നിർമ്മിച്ചവനാണ്, ഭൂമണ്ഡലം നിർമ്മിച്ചവനാണ് നീ. ഞാനിതാ ഒരുടഞ്ഞ പാത്രമായി നിന്റെ കയ്യിലിരിക്കും. നിനക്ക് എന്നെ മെനയുവാൻ കഴിയുമല്ലോ കുശവാ. ഹല്ലേലൂയ. ദൈവം എന്നെ മെനയുന്നവനാണെന്നുള്ള ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചവന് ഈ എന്റെ തകർന്ന ജീവിതത്തെ പുതുക്കുവാൻ, എന്റെ തകർന്ന ജീവിതത്തെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയും എന്നുള്ള ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ എഴുതി ചേർത്തത്. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. ഉടഞ്ഞ പാത്രമായി ഞാൻ നിന്റെ കൈകളിൽ മെനഞ്ഞിടണമേ നിന്നിഷ്ടം പോലെ നീ. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക, എന്നുള്ളിൽ നിന്നുടെ സന്തോഷം നൽകുക. എൻ കണ്ണീരാകെ നീ തുടച്ചു മാറ്റുക, എന്നുള്ളിൽ നിന്നുടെ സന്തോഷമേകുക. സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു,
എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു. എന്റെ സഹായമോ നിന്നിൽ നിന്നാകുന്നു. ഈ വചനങ്ങളുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. രാജമ്മ എബ്രഹാം. ജീവനാമേശുവേ നിന്റെ സ്വരമൻ ചെവിയിൽ ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥ. ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥ. ക്ഷീണഭാവിയേ വയന്ന ആശ്വസിക്കനീ സദതം. ക്ഷീണമുള്ള നീ തലയൻ മാർവിൽ ചാരി സുഖിക്കേ. ക്ഷീണമുള്ള നീ തലയൻ മാർവിൽ ചാരി സുഖിക്കേ. എന്റെ ജീവകാലമെല്ലാം യേശുവെന്നെ വെളിച്ചം കണ്ടു നടപ്പാൻ കൃപ നൽകേണം ദേവാധിദേവാ. കണ്ടു നടപ്പാൻ കൃപ നൽകേണം ദേവാധിദേവാ. എന്റെ ജീവനാം യേശുവേ നിന്റെ സ്വരമൻ ചെവിയിൽ ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥ. ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവർ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കാവലും നാം എല്ലാവരുടെ കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.